വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഷംസാദ്, ഇപ്പോൾ കേന്ദ്ര സർക്കാർ വായ്പ എന്ന് പറയാവുന്ന തുക അനുവദിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും വലിയ പ്രശ്നം ഇത് മാർച്ച് മാസത്തോടുകൂടി ഇത് വിനിയോഗിക്കണം എന്നുള്ളതാണ്. ഇത് ഈ മാർച്ച് മാസത്തോടുകൂടി വിനിയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അവിടെ സർക്കാരിൻ്റെ പ്രോജക്ട്സ് അല്ലെങ്കിൽ ആരുടെയാണെങ്കിലും പ്രോജക്ട്സ് റെഡിയാണോ? ഒരു കാരണവശാലും അത് മാർച്ച് മാസത്തിൽ മാർച്ച് 31-നകത്ത് വിനിയോഗിച്ച് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഈ പണം അനുവദിച്ച കേന്ദ്ര സർക്കാരിന് പോലും തോന്നുന്നുണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് വയനാട്ടിലെ ദുരന്ത ബാധിതരായ ആളുകളെ ഇതിൽ കൂടുതൽ അപമാനിക്കാൻ ഇനി ഇല്ല എന്നുള്ളതാണ്. കാരണം ഒന്ന്, നമ്മൾ കേന്ദ്ര സർക്കാരിനോട് വായ്പയല്ല ചോദിച്ചത്, അസിസ്റ്റൻസ് ആണ്. പക്ഷെ വായ്പ 50 കൊല്ലത്തേക്ക് പലിശയില്ലാതെ തിരിച്ചടവ് എന്ന് പറഞ്ഞാണ് കേന്ദ്ര സർക്കാർ നൽകിയത് എന്നുള്ളതാണ്. ഈ പ്രദേശത്തേക്ക് വരുന്ന തുക 500 കോടി രൂപ എങ്ങനെയാണ് നമുക്ക് 45 ദിവസം പോലും നമ്മളുടെ മുമ്പിലില്ല. കാരണം ഇത് ഫെബ്രുവരി 15-ാം തീയതിയാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മളുടെ മുമ്പിലുള്ളത് കേവലം 44 ദിവസമാണ്. ഈ 44 ദിവസത്തിനിടയിൽ എങ്ങനെയാണ് ഈ 500 കോടി രൂപ വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇത് വിനിയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അവരൊരു 16 മാനദണ്ഡങ്ങൾ പറയുകയും അതിനകത്ത് ഇത് വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്ഥലത്തിന്റെ കാര്യത്തിൽ നമുക്കിപ്പോഴും പൂർണ്ണമായ തീരുമാനം എടുത്തിട്ടില്ല. കാരണം കേസ് നടക്കുന്നു, ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, പക്ഷെ ഏറ്റെടുത്ത നടപടിയായിട്ടില്ല. 1-ാം ഘട്ടത്തിന്റെ അവകാശമുള്ള ആളുകളുടെ ലിസ്റ്റ് മാത്രമാണ് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വീടുകൾ പൂർണ്ണമായും തകർന്ന ആളുകളുടെ ലിസ്റ്റേ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. ഇനി നോ ഗോ സോണിലുള്ള വീടുകളുടെ ലിസ്റ്റ് നമ്മൾ പ്രസിദ്ധീകരിക്കാനിരിക്കുന്നു. ഇനി ഗോ സോണിനകത്ത് ഐസൊലേറ്റഡ് ആയ ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനിരിക്കുന്നു. അതിന് നമ്മൾ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം, ആക്ഷേപം കേൾക്കാൻ അവർക്ക് സമയം കൊടുക്കണം, അതിനുശേഷം പരിശോധന പൂർത്തിയാക്കണം, ഇത് പ്രസിദ്ധീകരിക്കണം. അപ്പോൾ ഒരു കാരണവശാലും ഇത് ചെലവഴിച്ച് തീരില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പണം അനുവദിച്ച കേന്ദ്ര സർക്കാരിനും അറിയാം. പക്ഷെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഒരിക്കൽ പോലും വായ്പയ്ക്ക് വേണ്ടി നമ്മൾ PDNA റിപ്പോർട്ട് ആവശ്യപ്പെടേണ്ട കാര്യം കേന്ദ്ര സർക്കാരിന് വരുന്നില്ല. കാരണം അവർക്ക് എത്ര കോടി രൂപയാണ് വായ്പ തരണമെങ്കിൽ അതിന് PDNA റിപ്പോർട്ട് വേണം. PDNA റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് വന്ന നാശങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചുമുള്ള റിപ്പോർട്ടാണ്. അത് കേന്ദ്ര സർക്കാർ വളരെ വിശദമായി വയനാട്ടിൽ വന്ന് 15ഓളം ആളുകൾ വന്ന് പരിശോധിച്ച് തയ്യാറാക്കിയതാണ്. നമ്മളുടെ മെമ്മോറാണ്ടം നമ്മൾ വായ്പയ്ക്കല്ല കൊടുത്തത്. ഇത് കേരളത്തെ സഹായിച്ചു എന്ന് വരുത്തി തീർക്കുകയും എന്നാൽ സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കിയില്ല എന്നുള്ളൊരു വാദം ഉണ്ടാക്കുകയും ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കലായ ഇടപെടലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിയത്. അത് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ജനതയോട് കാണിക്കേണ്ടതായിരുന്നില്ല. കാരണം അവരെല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എന്തെല്ലാം ചെയ്തുകൊണ്ട് എങ്ങനെയോ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. അവർ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കണ്ടത്, അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിച്ചത്. അദ്ദേഹം, താങ്കൾക്കും ഓർമ്മയുണ്ടാവും, അദ്ദേഹം വയനാട്ടിൽ വന്ന് നമ്മളോട് സംസാരിച്ച്, മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത് ഈ ദുരന്തത്തെ അതിജീവിക്കാൻ നിങ്ങൾക്ക് പണം ഒരു തടസ്സമാവില്ല എന്നുള്ളതാണ്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ദുരന്തബാധിതരായ എല്ലാ ആളുകൾക്കും വളരെ വലിയ ആശ്വാസമായ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. ആ നടത്തിയ അദ്ദേഹത്തിന്റെ വാക്ക് പോലും എന്തായാലും വളരെ നിശ്ചിതമായ വിമർശനം തന്നെയാണ് ഇതിനെതിരെ ഉയരുന്നത്.